ഹെവൻ ഓഫ് ഫ്ലോക്സിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന തേയിലയുടെ പേരാണ് മയൂര തേയില, പാരി അഗ്രോ മയൂര. ഈ മയൂര തേയില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടുമിക്കപ്പെട്ടവർക്കും ഇതിനെക്കുറിച്ച് അറിയാവുന്നവരാണ്, പിന്നെ അറിയാത്തവരുമുണ്ട്, അറിയുന്നവരുമുണ്ട്. അപ്പോൾ SRD ആണ് മയൂര തേയിലയിലെ ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് പോകുന്ന ഗ്രേഡ് SRD തേയിലയാണിത്. നെറ്റ് വെയിറ്റ് വരുന്നത് 40 കിലോ ആണ്. കാർട്ടൺ ബോക്സ് ഉൾപ്പെടെ ഇത് 41-25 ആണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. ഇവിടെ സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് ഏതാണ് ഗ്രേഡ് എന്നുള്ളത് ഇപ്പോൾ നമുക്ക് അഥവാ ഇവിടെ സ്ക്രാച്ചായി ഗ്രേഡ് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഫോണിലൂടെ തന്നെ ഇത് സ്ക്രാച്ച് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഗ്രേഡ് കാണാൻ പറ്റും. ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ അത് ഐക്കണുണ്ട് ഇവിടെ. മയൂര SRD എന്ന് പറഞ്ഞാൽ നമ്പർ 1 ടോപ്പ് തേയിലയാണ്. ചായക്കടക്കാർ, വീട്ടുകാരെല്ലാം കോമൺ ആയിട്ട് ഏറ്റവും കൂടുതൽ വാങ്ങിക്കുന്ന ഒരു സ്പെഷ്യൽ തേയില എന്ന് തന്നെ പറയാം. ഇതിൻ്റെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുരുകപ്പ, പാരി അഗ്രോയുടെ മുരുകപ്പ ഗ്രൂപ്പുകാരുടെയാണിത്. മുരുകപ്പ ഗ്രൂപ്പ് എന്നുള്ളത് ഇതാണ് ഇവരുടെ ഈ ലോഗോ. ഈ മുരുകപ്പ ഗ്രൂപ്പുകാരുടെ ലോഗോ ആണിത്. ഇവരുടെ ഹെഡ് ഓഫീസ് കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. ചെന്നൈ, തമിഴ്നാട്ടിലാണ് ഇവരുടെ ഹെഡ് ഓഫീസ്. പിന്നെ ഇതിൻ്റെ പ്രൊഡക്ഷൻ നടക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മയൂര ഫാക്ടറി വാൽപ്പാറയിലാണ്, കോയമ്പത്തൂർ. ഇവിടെയാണ് ഇതിൻ്റെ കൂടുതൽ പ്രൊഡക്ഷൻ നടത്തുന്നത്, വാൽപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത്. അപ്പോൾ റിച്ച് സിറ്റി എന്നാണ് എഴുതിയിരിക്കുന്നത്. ഹോൾസെയിൽ പാക്കേജാണിത്. അതായത് ഹോൾസെയിലായിട്ടുള്ള കടകൾക്കാർ ഇത് നമ്മുടെ കയ്യിൽ നിന്ന് സാധനം വാങ്ങി അവരാണ് ഈ പറഞ്ഞ മാർജിൻ ഫ്രീ ഹൈപ്പർ മാർക്കറ്റുകളിലൊക്കെ ഇതുപോലെയുള്ള 2 ബോക്സൊക്കെ ആയിരിക്കും അവരെടുക്കുന്നത്. എന്നിട്ട് അതിൽ നിന്ന് അവർ ഈ പറഞ്ഞതുപോലെ കസ്റ്റമേഴ്സിന് ലൂസായിട്ട് അവർ പൊട്ടിച്ച് 1 കിലോ 2 കിലോ ഒക്കെ വെച്ചാൽ അവർ അങ്ങനെ കൊടുക്കുന്നത്. ഇതിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തേയില വാങ്ങി ഉപയോഗിച്ചേക്കണവർ സത്യം പറഞ്ഞാൽ വേറൊരു തേയിലയിലേക്ക് പോകുകയില്ല എന്നുള്ളതാണ് സത്യം. കാരണം വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്കും നല്ലൊരു ക്വാളിറ്റിയുള്ളൊരു തേയിലയാണ്. നമുക്ക് ഇഷ്ടംപോലെ കസ്റ്റമേഴ്സ് കടക്കാരുണ്ട്. അപ്പോൾ അവർ നമ്മളോട് വേറെ ഈ തേയില ഇല്ലെങ്കിൽ തന്നെ അടുത്ത നല്ല ഇതിനൊക്കെ ബ്രാൻഡ് തേയില വേറെ ഉണ്ടെങ്കിലും അവർ ഈ പറഞ്ഞ ഈ തേയില മാറാൻ അവർക്ക് ഒരു മനസ്സും അവർ കാണിക്കാറില്ല. കാരണം വെച്ചാൽ അവർക്ക് വിലയിലും കാര്യങ്ങളിലും ഒന്നും അല്ല അവർക്ക് പ്രശ്നം. അത്യാവശ്യം വില മറ്റുള്ള തേയിലിനെ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്കും മയൂര SRDക്ക് ഇത്തിരി വില കൂടുതലാണ്. പക്ഷേ മയൂര SRD അല്ല, മയൂര തേയിലയ്ക്ക് പൊതുവെ ഇത്തിരി വില കൂടുതലാണ്. പക്ഷെ എന്നിരുന്നാലും മയൂര തേയിലയുടെ ആ ഒരു ക്വാളിറ്റി അറിഞ്ഞേക്കണ ഒരു തേയില മാറി വേറെ തേയില എടുത്ത് കച്ചവടം ചെയ്യാനൊന്നും അവർ ശ്രമിക്കാറില്ല എന്നുള്ളതാണ്. കാരണം ഇതുവരെ അങ്ങനെ ആരും ഇതിനെക്കുറിച്ച് ഇങ്ങനെ ഒരു കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നും പറയാത്തൊരു നല്ലൊരു തേയിലയാണ് മയൂര തേയില. നമുക്കിത് ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്കും നമ്മൾ ഈ ഹോൾസെയിലായിട്ട് എടുക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ 30 എണ്ണം 40 എണ്ണം ഒക്കെ ഒന്നിച്ചിട്ടായിരിക്കും നമ്മൾ ഈ ഇതൊക്കെ എടുക്കുന്നത്. കാരണം വെച്ചാൽ അല്ലാതെ നമുക്ക് ലൂസായി ഒരു പെട്ടിയായിട്ട് ഒന്നായിട്ട് നമുക്ക് ഈ കൊച്ചിയിൽ നിന്ന് നമുക്ക് ഐലൻഡിൽ നിന്ന് നമുക്ക് ഓപ്ഷനിൽ എടുക്കാൻ ഇത് സാധിക്കത്തില്ല. ഒന്നിച്ചാണ് നമ്മളിപ്പോൾ ഇത്രയും ബോക്സുകളൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ട് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് എന്ന് പറഞ്ഞാൽ ഗ്രേഡ് ഇപ്പോൾ SRD ഗ്രേഡാണ്. ഇതിൻ്റെ RD SFD ഒക്കെ വരുന്നുണ്ട്. അതിൻ്റെ വ്യത്യാസങ്ങൾ ഞാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യണം. അടുത്ത വീഡിയോ നമുക്ക് കാണുന്നത് വരെ നിങ്ങൾ എൻ്റെ പരമാവധി എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ഇടാനും നിങ്ങൾ ശ്രമിക്കണം എന്നാണ് ഞാനിപ്പോൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെയും ബൈ.